മാർച്ച് 28, 2019 തൊടുപുഴ. ആ ദിവസം പുലർച്ചെ 4 മണിയോടുകൂടി അരുണും അർച്ചനയും ചേർന്ന് 7 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ അവിടെയുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. 7 വയസ്സുള്ള ആര്യനെ വളരെ എമർജൻസി ആയിട്ട് കാഷ്വാലിറ്റിയിലേക്കാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. കാഷ്വാലിറ്റിയിൽ എത്തിയ ശേഷം ഡോക്ടർ അവനെ വളരെ നല്ല രീതിയിൽ പരിശോധിച്ചു. ഇങ്ങനെ പരിശോധിച്ചതിൽ നിന്നും ഡോക്ടർക്ക് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. ഈ കുട്ടിയെ ആരോ അതിക്രൂരമായിട്ട് മർദ്ദിച്ചിട്ടുണ്ട്. അവൻ്റെ തലയോട്ടിയെല്ലാം തന്നെ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ്. അത് മാത്രമല്ലാതെ തലയിൽ നല്ല ആഴമേറിയൊരു മുറിവുണ്ട്. മാരകമായിട്ടുള്ള മുറിവ് കണ്ട ഉടൻ തന്നെ ഡോക്ടേഴ്സ് പാരൻസിനെ വിളിച്ചിട്ട് അവരോട് ചോദിച്ചു ഈ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്ന്. കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതിൽ അഞ്ജന എന്ന് പറയുന്ന സ്ത്രീ, അതായത് ആര്യൻ്റെ അമ്മ, ഡോക്ടറിനോട് പറഞ്ഞത് കുട്ടി കട്ടിൽ നിന്നും താഴേക്ക് വീണു, അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു മുറിവ് പറ്റിയത്, അല്ലാതെ വേറൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ്. ഇതും പറഞ്ഞുകൊണ്ട് അഞ്ജന ഫോണിൽ സംസാരിച്ചിട്ട് മറ്റൊരു ഭാഗത്തേക്ക് നടന്നുപോയി. എന്നാൽ ഇതേ സമയത്ത് സ്കാനിങ് റൂമിൻ്റെ അടുത്ത് അരുൺ എന്ന പേരുള്ള ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. ഉടൻ തന്നെ ഡോക്ടേഴ്സ് അവിടെ പോയിട്ട് അരുണിനോട് ചോദിച്ചു ഈ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്ന്. അരുൺ മറുപടിയായിട്ട് പറഞ്ഞത് ഇവൻ അടുത്ത വീട്ടിലുള്ള ഒരു പയ്യൻ്റെ കൂടെ കളിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ കളിക്കുന്നതിനിടയ്ക്ക് അവൻ അപകടം പറ്റിയതാണെന്നാണ് അരുൺ പറയുന്നത്. കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന ഇവർ രണ്ടുപേരും പരസ്പര വിരുദ്ധമായിട്ടാണ് ഓരോരോ കാരണങ്ങൾ പറഞ്ഞത് എങ്കിലും ഈ രണ്ട് കാരണവുമല്ല സംഭവിച്ചിരിക്കുന്നതെന്ന് ഡോക്ടർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അഞ്ജന എന്ന് പറയുന്ന സ്ത്രീയോട് ഡോക്ടർ വീണ്ടും ചോദിച്ചു നിങ്ങൾ സത്യം പറ, എന്താണ് ഈ കുട്ടിക്ക് സംഭവിച്ചത്? അത്തരത്തിൽ മാരകമായിട്ടുള്ളൊരു മുറിവാണ് അവന് സംഭവിച്ചിരിക്കുന്നത് അവൻ്റെ തലയിൽ. അതുകൊണ്ട് അവൻ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ തുറന്നു പറഞ്ഞേ പറ്റൂ എന്ന് ഡോക്ടർ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കുകയാണ്. ഡോക്ടർ ഇങ്ങനെ നിർബന്ധിച്ച് ചോദിച്ച ശേഷവും അഞ്ജന മറുപടിയായിട്ട് പറഞ്ഞത് അവൻ ബാത്റൂമിൽ വഴിക്ക് വീണതാണ് എന്നാണ്. സോ ഇതുകൂടെ കേട്ടപ്പോൾ ഡോക്ടർക്ക് ഒരു കാര്യം വളരെ വ്യക്തമായി, ഇവർ എന്തെല്ലാമോ മറയ്ക്കുന്നുണ്ട്, ഇവരെന്തോ ഈ കുട്ടിയെ ചെയ്തിട്ടുണ്ട് എന്ന്. ആര്യൻ്റെ അമ്മയും കൂടെ വന്ന അരുൺ എന്ന ആളും നുണ പറയുന്നത് കൊണ്ട് അവിടെയുള്ള ഹോസ്പിറ്റൽ ജീവനക്കാർ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ഈ ഒരു കാര്യം അറിയിക്കുകയാണ്, ഇതുപോലെയെല്ലാം സംഭവിച്ചിട്ടുണ്ട് എന്ന്. പോലീസുകാർ വളരെ വേഗത്തിൽ ഈ പറയുന്ന സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ഇതേ സമയം ആര്യൻ്റെ ഹെൽത്ത് കണ്ടീഷൻ വളരെ മോശമായിരുന്നു, അവന് എന്തും സംഭവിക്കാമെന്നൊരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഹോസ്പിറ്റൽ ജീവനക്കാർ പറഞ്ഞു കുറച്ചുകൂടെ നല്ല ഹോസ്പിറ്റലിലേക്ക് അവനെ മാറ്റണമെന്ന്. അതും വളരെ വേഗത്തിൽ. ഹോസ്പിറ്റൽ ജീവനക്കാർ വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടേക്ക് എത്തിയ പോലീസുകാർ കുട്ടിയെ കൊണ്ടുവന്ന അരുണിനോട് ചോദിച്ചു ചില പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് കുട്ടിയുടെ പേരെന്താണെന്ന്. അരുൺ പറഞ്ഞ മറുപടി അവനെ എല്ലാവരും അപ്പു എന്നാണ് വിളിക്കുക, അവൻ്റെ യഥാർത്ഥ പേര് എനിക്കറിയില്ല എന്നാണ്. അതുമാത്രമല്ലാതെ അവൻ മറുപടി പറയുന്നതിൽ നിന്നും അവൻ നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ട് എന്ന് പോലീസുകാർക്ക് മനസ്സിലായി. അവൻ്റെ കാലുകൾ നിലത്തുറയ്ക്കുന്നുണ്ടായിരുന്നില്ല, ആടിയിട്ടാണ് അവൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ആര്യനെ വലിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആംബുലൻസ് റെഡിയായി. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ ആംബുലൻസിലേക്ക് കയറില്ല എന്നാണ് കുട്ടിയെ കൊണ്ടുവന്ന അരുൺ പറയുന്നത്. അതുമാത്രമല്ലാതെ ഈ പറയുന്ന ആര്യൻ്റെ അമ്മയും ഈ ആംബുലൻസിലേക്ക് കയറാനായിട്ട് ചെറിയ തടസ്സങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. ആംബുലൻസ് കുട്ടിയെയും കൊണ്ട് മുന്നിൽ പോയിക്കോട്ടെ, കാറിൽ ഞങ്ങൾ പുറകെ വരാമെന്നാണ് അവർ പറയുന്നത്. ഒന്നാമത് ആര്യൻ എന്ന് പറയുന്ന ആ 7 വയസ്സുകാരൻ്റെ അവസ്ഥ വളരെ മോശമാണ്, അവന് എന്തും സംഭവിക്കാമെന്നൊരു അവസ്ഥയാണ്. ഈ അവസ്ഥയിലാണ് ഇവർ ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്, സമയം വൈകിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. സഹികെട്ട് അവസാനം അവിടെയുള്ള പോലീസുകാർ അവരുടെ കാറിൻ്റെ കീ എടുത്ത് കയ്യിൽ വെച്ചിട്ട് അവർ രണ്ടുപേരെയും നിർബന്ധിച്ചിട്ട് ആ ആംബുലൻസിനുള്ളിലേക്ക് കയറ്റി. എന്നിട്ട് ഈ പറയുന്ന ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് പറയുകയും ചെയ്തു. തുടർന്ന് ആ ഹോസ്പിറ്റലിൽ നിന്നും വളരെ വേഗത്തിൽ ആംബുലൻസ് മുന്നോട്ട് പോയ ശേഷം അവിടെയുള്ള ഹോസ്പിറ്റൽ ജീവനക്കാർ ചില കാര്യങ്ങൾ പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇവർ രണ്ടുപേരും ഈ കുട്ടിയെ ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ചികിത്സ വൈകിപ്പിക്കാൻ എന്നോണം ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ തമ്മിൽ വെറുതെ വഴക്കുണ്ടാവുക, അതല്ലെങ്കിൽ ഈ പറയുന്ന അരുണ് ഹോസ്പിറ്റൽ ജീവനക്കാരുമായിട്ടും ഡോക്ടറുമായിട്ടും നല്ല രീതിയിൽ വഴക്കുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് അവിടെയുള്ള ജീവനക്കാർ പോലീസുകാരോട് പറഞ്ഞു കൊടുത്തത്. യഥാർത്ഥത്തിൽ ആര്യനെ എന്താണ് സംഭവിച്ചത്, അവർ എന്താണ് ആര്യനെ ചെയ്തത്? കേരള മനസാക്ഷിയെ ഞെട്ടിച്ച കേരളത്തിലെ ജനങ്ങളെല്ലാവരും ഈ ഒരു വാർത്ത കേട്ടപ്പോൾ, ഈ ഒരു കേസിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ പൊട്ടിക്കരഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത, എന്നാൽ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കേസിനെ കുറിച്ചാണ് ഞാനിന്ന് പറയാനായി പോകുന്നത്. വെൽക്കം ടു വിഷ്ണു ലോകം. അരുണും അഞ്ജനയും ഹോസ്പിറ്റലിലേക്ക് വന്ന ആ ഒരു കാറിൻ്റെ താക്കോൽ പോലീസുകാരുടെ കയ്യിലാണ് എന്ന് പറഞ്ഞില്ലേ? പോലീസുകാർ ഉടനെ തന്നെ ആ ഒരു കാറിൻ്റെ ഡോർ തുറന്നിട്ട് അതിനുള്ളിൽ നല്ല രീതിയിൽ പരിശോധിക്കുകയാണ്. ഇങ്ങനെ പരിശോധിച്ചതിൽ നിന്നും സിഗരറ്റ് കുറ്റികളും അത് കൂടാതെ നിരവധി ബാങ്കിൻ്റെ പാസ്ബുക്കുകളും ആ കാറിൻ്റെ പിൻ സീറ്റിന് താഴെയായിട്ട് ഒരു കോടാലിയും പോലീസുകാർ കണ്ടെടുത്തു. കാറിനുള്ളിൽ നിന്നും ഈ കോടാലി കണ്ടെടുത്ത ശേഷം പോലീസുകാർ ചിന്തിക്കുന്നത് ഒരു പക്ഷേ ഈ കോടാലി കൊണ്ട് ആര്യനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുമോ എന്നാണ്. തുടർന്ന് അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടമായിട്ട് പോലീസുകാർ ചെയ്തത് അഞ്ജനയുടെ വീട്ടിലേക്ക് പോവുക
പോവുക എന്നതാണ്. അഞ്ജനയുടെ മാതാപിതാക്കളെ വിളിച്ചു പറഞ്ഞ് നിങ്ങളും ആ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ടാണ് പോലീസുകാർ ആ വീട്ടിലേക്ക് പോയത്. പോലീസുകാർ അഞ്ജനയുടെ വീട്ടിലെത്തിയിട്ട് ആ വീടിൻ്റെ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കയറി നോക്കുമ്പോൾ ആ വീട്ടിനുള്ളിൽ ഒരു 4 വയസ്സുകാരൻ തനിയെ ഇരിക്കുന്നുണ്ട്. ശേഷം ആ വീട്ടിലേക്ക് എത്തിയ അഞ്ജനയുടെ മാതാപിതാക്കളോട് പോലീസുകാർ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു. എന്താണ് ഇവരുടെ ജീവിത രീതി, എങ്ങനെയാണ് ഇവർ ജീവിച്ച് മുന്നോട്ട് പോകുന്നത്, എന്ത് സംഭവിക്കാനാണ് സാധ്യത തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ. പോലീസുകാരുടെ ഈ ചോദ്യങ്ങൾക്ക് അഞ്ജനയുടെ അമ്മ പറഞ്ഞ മറുപടി അരുൺ എന്നു പേരുള്ളവൻ അഞ്ജനയുടെ 2ാമത്തെ ഭർത്താവാണ് എന്നതാണ്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന ആര്യനും വീട്ടിലുള്ള 4 വയസ്സുകാരനും അരുണിൻ്റെ മക്കളല്ല, അത് അഞ്ജനയുടെ ആദ്യ ഭർത്താവിൻ്റെ മക്കളാണ്. ഈ 2 കുട്ടികളുടെയും അച്ഛൻ 1 വർഷങ്ങൾക്ക് മുമ്പ് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ് മരിച്ചത് എന്നും അഞ്ജനയുടെ അമ്മ പോലീസുകാരോട് പറഞ്ഞു കൊടുത്തു. ശേഷം പോലീസുകാർ ആ വീടിൻ്റെ പല ഭാഗങ്ങളും പരിശോധിച്ചു. ഇങ്ങനെ പരിശോധിച്ചതിൽ നിന്നും ആ വീടിൻ്റെ ചുമരുകളിലെല്ലാം തന്നെ രക്തക്കറയുണ്ട്. അത് മാത്രമല്ലാതെ ആ വീട്ടിൽ നിന്നും ഇരുമ്പിൻ്റെ പിടിയോട് കൂടിയ ഒരു വടിയും പോലീസുകാർ കണ്ടെടുത്തു. ഇതിൽ ആ ഇരുമ്പിൻ്റെ പിടി എന്ന് പറഞ്ഞില്ലേ, ആ പിടിയുടെ ഭാഗം ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ആ വീട് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലീസുകാർ ആ വീട്ടിലുണ്ടായിരുന്ന 4 വയസ്സുകാരനെ, ആര്യൻ്റെ അനിയനെ അടുത്ത് വിളിച്ചിട്ട് അവനോട് ചില കാര്യങ്ങൾ ചോദിച്ചു. എന്താണ് ഏട്ടന് സംഭവിച്ചത്, ഏട്ടനെ ആരെങ്കിലും ഉപദ്രവിച്ചതാണോ എന്നാണ് പോലീസുകാർ ചോദിച്ചത്. ഈ ചോദ്യത്തിന് 4 വയസ്സുകാരൻ പറഞ്ഞ മറുപടി അരുൺ എന്നു പേരുള്ള അവൻ ഈ 7 വയസ്സുകാരനെ നല്ല രീതിയിൽ മർദ്ദിച്ചിട്ടുണ്ട്, ഒരുപാട് അടിച്ചിട്ടുണ്ട്, മൃഗീയമായിട്ട്. ഇതിന് ശേഷമാണ് ആ കുട്ടിയെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ആ 4 വയസ്സുകാരൻ പോലീസുകാരോട് ഈ കാര്യമാണ് പറഞ്ഞു കൊടുത്തത്. 4 വയസ്സുകാരിൽ നിന്ന് ഇതുപോലൊരു കാര്യം മനസ്സിലാക്കിയപ്പോൾ പോലീസുകാർ ഒരു കാര്യം ഉറപ്പിച്ചു, അരുണാണ് ഇതിനെല്ലാം പിന്നിൽ. അതല്ലെങ്കിൽ അഞ്ജനയും ചേർന്നിട്ടാണ് ഈ കുട്ടിയെ ഇത്ര ക്രൂരമായിട്ട് മർദ്ദിച്ചിരിക്കുന്നത് എന്ന്. കാരണം 4 വയസ്സുകാരൻ ഒരിക്കലും നുണ പറയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആര്യനെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റലിനടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ഈ പറയുന്ന ഇൻഫർമേഷൻ എല്ലാം തന്നെ പാസ് ചെയ്ത് അഞ്ജനയെയും അരുണിനെയും ഒന്ന് ശ്രദ്ധിക്കണം, അവരെ ഒന്ന് നോക്കണം എന്ന് പോലീസുകാർ ഒരു അറിയിപ്പ് കൊടുക്കുകയാണ്. തുടർന്ന് ആര്യനെ പരിശോധിക്കുന്ന ഡോക്ടറെ വിളിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ഇങ്ങനെ ചോദിച്ചറിഞ്ഞതിൽ നിന്നും ഡോക്ടർ പോലീസുകാരോട് പറഞ്ഞു കൊടുത്തത് ആര്യൻ്റെ ശരീരത്ത് 20ൽ കൂടുതൽ പാടുകളുണ്ട് എന്നാണ്. അത് മാത്രമല്ലാതെ ഇരുമ്പ് വടി പോലുള്ള എന്തോ ഒരു വസ്തു കൊണ്ട് ആര്യനെ ഒരുപാട് മർദ്ദിച്ചിട്ടുണ്ട്. അതും കൂടാതെ ആര്യൻ്റെ തലയുടെ ഭാഗത്തേക്ക് എന്തോ മാരകമായിട്ടുള്ള ഒരു ആയുധം കൊണ്ട് ആഞ്ഞടിച്ചിട്ടുണ്ട് പലതവണ. അവൻ്റെ തലയോട്ടിയെല്ലാം തന്നെ പൊട്ടി തകർന്നു പോയിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, തലച്ചോറ് പോലും വെളിയിലേക്ക് വന്നൊരവസ്ഥയാണ്. അവൻ്റെ ഇപ്പോഴുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് അവൻ എന്തും സംഭവിക്കാം, അവൻ എപ്പോൾ വേണമെങ്കിലും മരിക്കാം എന്ന അവസ്ഥയാണ്. ഡോക്ടറിൽ നിന്നും ഇതുപോലൊരു കാര്യം കേട്ടപ്പോൾ ഇനി ഒട്ടും താമസിക്കേണ്ട എന്ന് വിചാരിച്ച് പോലീസുകാർ നേരെ അവർ 2 പേരെയും അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തു. എന്നിട്ട് അവർ 2 പേരെയും കൂടുതൽ ചോദ്യം ചെയ്തു. ഇങ്ങനെ ചോദ്യം ചെയ്തതിൽ നിന്നും 2 പേരും പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒരേപോലുള്ള കാര്യങ്ങളല്ല, 2 പേരും മാറ്റി മാറ്റിയാണ് മറുപടിയായിട്ട് പറയുന്നത്. അങ്ങനെ ഇവർ 2 പേരും പോലീസിൻ്റെ കസ്റ്റഡിയിലായിരിക്കുന്ന ആ സമയത്ത് ഏപ്രിൽ 6, 2019 ആര്യൻ ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെട്ടു. ആര്യൻ മരിച്ചു എന്ന് അറിഞ്ഞ ശേഷം ആര്യൻ്റെ അമ്മയായിട്ടുള്ള അഞ്ജനയെ സൈക്കാട്രിക് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു, ചില കൗൺസിലിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതായത് അവരുടെ മാനസികാവസ്ഥ അപ്പോൾ വല്ലാത്തൊരു രീതിയിലായിരുന്നു, അങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയത്. ഇതേ സമയം പോലീസുകാർ അരുണിനെ ചോദ്യം ചെയ്യുന്നതും തുടർന്നിട്ടുണ്ടായിരുന്നു. അരുണിനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് ഓർമ്മയില്ല, അന്ന് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നെല്ലാമാണ് പോലീസുകാരോട് മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ പോലീസുകാർ പോലീസ് മുറിയിൽ ചോദിച്ചപ്പോൾ അവസാനം വേറെ വഴിയൊന്നുമില്ലാതെ അരുൺ എന്താണ് രാത്രി സംഭവിച്ചത്, എന്താണ് ജീവിതത്തിൽ നടന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസുകാരോട് പറഞ്ഞു കൊടുത്തു. എന്താണ് അന്ന് രാത്രി സംഭവിച്ചത് എന്ന് അരുൺ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ ഒട്ടനവധി കേസുകൾ ഡീൽ ചെയ്ത പോലീസുകാരുടെ മനസ്സ് പോലും പെടഞ്ഞിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ തൊടുപുഴയിൽ ജീവിച്ചു വരുന്ന ഒരു ടീച്ചറിന്റെ മകളായിട്ടാണ് അഞ്ജന ജനിക്കുന്നത്. അഞ്ജന ജനിച്ച് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞതും അഞ്ജനയുടെ അച്ഛൻ മരിക്കുന്നു. അതുകൊണ്ട് തന്നെ അഞ്ജനയുടെ അമ്മയാണ് അഞ്ജനയെ പൂർണ്ണമായിട്ടും വളർത്തി വലുതാക്കുന്നത്. ബിടെക് വിദ്യാഭ്യാസത്തിന് ശേഷം തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന് ആ അമ്മ തീരുമാനിക്കുകയാണ്. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ അമ്മ മകൾക്ക് ചേർന്നൊരു വരനെ കണ്ടെത്തുകയും ചെയ്തു. തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ബിജു ആണ് ആ അമ്മ കണ്ടെത്തിയ വരൻ. അങ്ങനെ അഞ്ജനയെ ബിജുവിന് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. വിവാഹശേഷം ഭർത്താവായിട്ടുള്ള ബിജുവിൻ്റെ തിരുവനന്തപുരത്തെ വീട്ടിലാണ് അഞ്ജന ജീവിച്ചു വന്നത്. അങ്ങനെ അവർക്ക് 2 കുഞ്ഞുങ്ങൾ ജനിക്കുകയും ചെയ്തു, 2 ആൺകുട്ടികൾ, ആര്യനും പിന്നെ ആര്യൻ്റെ അനുജനും. ജീവിതം അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ കൂടെ അവരുടെ
അവരുടെ കുടുംബത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു. അതായത് ബിജുവിൻ്റെ ഒരു അകന്ന ബന്ധുവുണ്ട് അരുണും ബിജുവും തമ്മിൽ ചില പണമിടപാടുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അരുൺ ബിജുവിൻ്റെ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകും. ഈ അരുണിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അരുൺ കുറച്ച് കാലം ബാങ്കിൽ ജോലി ചെയ്തിട്ടുണ്ട്. അവസാനം എനിക്ക് ജോലി ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ആ ജോലി റിസൈൻ ചെയ്തിട്ട് റിയൽ എസ്റ്റേറ്റിലേക്കും അതുകൂടാതെ മണൽ കടത്തിലേക്കും അങ്ങനെ കുറച്ച് ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ചെയ്തു വന്നിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ട് ഒരുപാട് കേസുകളും അരുണിൻ്റെ പേരിൽ പോലീസ് സ്റ്റേഷനിലുണ്ട്. സോ അങ്ങനെ പണമിടപാടുകൾ നടത്താൻ വേണ്ടിയിട്ട് അരുൺ ഇടയ്ക്കിടയ്ക്ക് ബിജുവിൻ്റെ വീട്ടിലേക്ക് വരുന്നു. ഇങ്ങനെ ബിജുവിൻ്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അഞ്ജനയുമായിട്ട് അരുൺ ഒരുപാട് നേരം സംസാരിച്ചിരിക്കുന്നു. ഇവർ തമ്മിൽ ഇടപഴകുന്നു. അവസാനം ശാരീരിക ബന്ധത്തിലേക്ക് പോലും ഇവരുടെ ആ ഒരു ബന്ധം വളരുകയാണ്. ബിജു ബിടെക് കഴിഞ്ഞ് മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിട്ടാണ് തിരുവനന്തപുരത്ത് ജോലി ചെയ്ത് വരുന്നത്. ഇവരുടെ ഈ ഒരു ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ബിജുവിനെ പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ ജോലി റിസൈൻ ചെയ്ത് തിരുവനന്തപുരത്ത് നിന്നും നേരെ തൊടുപുഴയിലേക്ക് ബിജു തൻ്റെ ഭാര്യയെയും മക്കളെയും കൂട്ടിക്കൊണ്ട് വന്നു. എന്നിട്ട് അവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ ജീവിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. തൊടുപുഴയിൽ എത്തിയ ശേഷം വലിയ കുഴപ്പമില്ലാതെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആരും ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ ഒരു കാര്യം സംഭവിക്കുന്നത്. മെയ് 13, 2018 ബിജുവിന് പെട്ടെന്ന് ശാരീരികമായിട്ട് വയ്യാതാവുകയാണ്. ഉടൻ തന്നെ അഞ്ജന ബിജുവിനെയും കൂട്ടിയിട്ട് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അവിടെ ചെന്ന ശേഷം ട്രീറ്റ്മെൻറ്റ് എല്ലാം തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അഞ്ജന ബന്ധുക്കാരെല്ലാവരെയും വിളിച്ചു പറഞ്ഞു ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ബിജു മരിച്ചു പോയി എന്ന്. ബിജു ഇങ്ങനെ പെട്ടെന്ന് മരിച്ചു എന്നുള്ള കാര്യം ബിജുവിൻ്റെ വീട്ടുകാർക്കോ ബന്ധുക്കാർക്കോ വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെ ശാരീരികമായിട്ട് യാതൊരു കുഴപ്പവും ഇല്ലാത്ത വേറെ അസുഖങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് ബിജു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എങ്ങനെയാണ് ഹാർട്ട് അറ്റാക്ക് വരിക എന്നെല്ലാം തന്നെ അവർക്കൊരു സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ബിജുവിൻ്റെ മരണാനന്തര ചടങ്ങുകൾ നടക്കുന്ന ഒരു സമയത്ത് അരുൺ ഈ പറയുന്ന വീട്ടിലേക്ക് വന്നിട്ട് അഞ്ജനയുമായിട്ട് ഒരുപാട് നേരം സംസാരിച്ചിരിക്കുന്നുണ്ട്. ഈ പറയുന്ന ബിജു മരിച്ച് 3 ദിവസങ്ങൾക്ക് ശേഷം ബിജുവിൻ്റെ അച്ഛനെ നേരിൽ ചെന്ന് അരുൺ കാണുകയാണ്. എന്നിട്ട് പറയുകയാണ് അഞ്ജനയെ ഞാൻ വിവാഹം കഴിക്കാൻ പോവുകയാണ് എന്ന്. ഭർത്താവ് മരിച്ച് 2 മാസമേ ആയുള്ളൂ. അഞ്ജന തൻ്റെ 2 മക്കളെയും കൂട്ടിയിട്ട് അരുണിൻ്റെ കൂടെ പുതിയൊരു ജീവിതം ആരംഭിച്ചു. പുതിയ ജീവിതം ആരംഭിച്ച ആദ്യഘട്ടത്തിൽ അരുൺ അഞ്ജനയുടെ 2 മക്കളോട് നല്ല സ്നേഹത്തോടെ തന്നെയാണ് പെരുമാറിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ദിവസങ്ങൾ മുന്നോട്ട് പോകും തോറും ആ ഒരു സ്നേഹം കുറഞ്ഞ് പതിയെ വെറുപ്പും ദേഷ്യവുമായിട്ട് മാറിയത്. അരുൺ കുട്ടികളെ നല്ല രീതിയിൽ ഉപദ്രവിക്കാനായി തുടങ്ങി. അത് മാത്രമല്ലാതെ പബ്ലിക്കലി വെളിയിലേക്ക് പോകുന്ന സമയത്ത് ആളുകളുടെ മുന്നിൽ വെച്ച് ഈ കുട്ടികളെ മർദ്ദിക്കാനും അതുകൂടാതെ ചീത്ത പറയുകയും എല്ലാം തന്നെ ചെയ്തു വന്നു. സത്യത്തിൽ അരുണിൻ്റെ ഈ മാറ്റം അഞ്ജനയെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മക്കളെ ഇത്തരത്തിൽ മർദ്ദിക്കുന്ന ആ ഒരു സമയത്ത് അഞ്ജന മർദ്ദിക്കണ്ട എന്ന് പറഞ്ഞ് അതിനെ തടുക്കാനായിട്ട് ചെല്ലുന്ന സമയത്ത് അഞ്ജനയെയും അരുൺ ഒരുപാട് മർദ്ദിക്കാനായി തുടങ്ങി. അത് മനുഷ്യത്വമില്ലാത്ത രീതിയിലാണ് മർദ്ദിക്കുക. അഞ്ജനയുടെ മെൻ്റൽ ഹെൽത്ത് കുറച്ചൊന്ന് നോർമലായപ്പോൾ പോലീസുകാർ അഞ്ജനയെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചോദ്യം ചെയ്തതിൽ നിന്നും അഞ്ജന പോലീസുകാരോട് പറഞ്ഞു കൊടുത്തത് ഈ പറയുന്ന 2 കുട്ടികളുടെയും പേരിൽ ബിജുവിൻ്റെ അച്ഛൻ കുറച്ച് എമൗണ്ട് ബിജുവിൻ്റെ വീട്ടുകാർ, അതായത് ആദ്യ ഭർത്താവിൻ്റെ വീട്ടുകാർ കുറച്ച് എമൗണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 7.5 ലക്ഷം രൂപയോളം. ഈ 7.5 ലക്ഷം രൂപയും തനിക്ക് എടുത്ത് തരണമെന്ന് അരുൺ അഞ്ജനയോട് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ എടുത്ത് കൊടുക്കാത്തതിൻ്റെ പേരിൽ ഒരുപാട് മർദ്ദിച്ചിട്ടുണ്ട്. അവസാനം ഒരു കുട്ടിയുടെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്ത ഏകദേശം 3.5 ലക്ഷം രൂപയോളം അഞ്ജന എടുത്ത് കൊടുത്തിട്ടുമുണ്ട്. ഈ എടുത്തു കൊടുത്ത പണമെല്ലാം തന്നെ ചിലവാക്കിയ ശേഷം 2ാമത്തെ കുട്ടിയുടെ പേരിലുള്ള പണവും തനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് മർദ്ദിക്കുകയും ചീത്ത പറയുകയും എല്ലാം തന്നെ ചെയ്തു വന്നിട്ടുണ്ടായിരുന്നു അരുൺ. എന്തിനേറെ പറയുന്നു, അരുണിൻ്റെ ശല്യം സഹിക്കാൻ കഴിയാതെ അഞ്ജന വെളി രാജ്യത്തേക്ക് ജോലിക്ക് പോകാനായിട്ട് തയ്യാറെടുത്തിട്ടുണ്ടായിരുന്നു. അരുണിനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആദ്യം സമ്മതിച്ചു. പക്ഷേ ഈ ജോലിക്ക് പോകാൻ ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് എല്ലാം തന്നെ പിന്നീട് ആ വീട്ടിൽ കാണാനില്ല. അതുകൊണ്ട് തന്നെ അഞ്ജനയ്ക്ക് ജോലിക്ക് പോകാനായിട്ട് കഴിഞ്ഞില്ല. ദിവസങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുന്നു. മാർച്ച് 27, 2019 അരുണും അഞ്ജനയും കുട്ടികളെയും കൂട്ടിയിട്ട് ഇടയ്ക്ക് കാറിൽ വെളിയിലേക്കെല്ലാം തന്നെ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നത് ഒരു പതിവാണ്. അതുകൊണ്ട് തന്നെ ആ ദിവസവും ഇവർ കുട്ടികളെയും കൂട്ടിയിട്ട് വെളിയിലേക്കെല്ലാം തന്നെ പോയി ഭക്ഷണം കഴിക്കാനായിട്ട് തീരുമാനിച്ചു. വെളിയിലേക്ക് പോയ ആ ഒരു സമയത്ത് അരുൺ ബാറിൽ കയറിയിട്ട് നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ മദ്യപിച്ച ശേഷം അയാൾ തന്നെ കാർ ഓടിച്ചിട്ട് ഇവർക്ക് ആവശ്യമുള്ള ഭക്ഷണം എല്ലാം തന്നെ മേടിച്ച് കൊടുക്കുകയും ചെയ്തു. ഭക്ഷണം കഴിച്ച് കാറിൽ കയറിയ കുട്ടികൾക്ക് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. ഒരുപാട് നേരമായിട്ട് അവർ ട്രാവൽ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളെയും കൂട്ടിയിട്ട് ഇനിയും വെളിയിൽ പോകണ്ട എന്ന് വിചാരിച്ച് അവർ നേരെ പോയത് വീട്ടിലേക്കാണ്. വീട്ടിൽ ചെന്നിട്ട് ഈ 2 കുട്ടികളെയും ആ വീട്ടിലാക്കിയ ശേഷം ഇവർ 2 പേരും വീണ്ടും വെളിയിലേക്ക് കാറും എടുത്തിട്ട് പോയി. ഒരുപാട് സമയത്തിന് ശേഷം രാത്രിയിലേക്കുള്ള ഭക്ഷണം മേടിച്ചിട്ട് അഞ്ജനയും അരുണും ആ കാറിൽ അവരുടെ വീട്ടിലേക്ക് തിരികെ വന്നു. വീട്ടിലേക്ക് തിരികെ എത്തിയിട്ട് വീടിൻ്റെ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കയറിയപ്പോൾ അവർ കണ്ട കാഴ്ച ഈ 2 കുട്ടികളും ആ വീട്ടിലെ സെറ്റിയിൽ ഇങ്ങനെ കിടന്നുറങ്ങുന്നതാണ്. ഈ 2 കുട്ടികൾ ഉറങ്ങുന്നത് കണ്ട അരുൺ ഈ കുട്ടികളുടെ അരികിലേക്ക് പോയിട്ട് ചെറിയ കുട്ടിയെ അവനെ ഉണർത്താനായിട്ട് ശ്രമിച്ചു. ഇങ്ങനെ ഉണർത്തുന്ന സമയത്താണ് അരുൺ ആ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. അവൻ ആ ഒരു സെറ്റിയിൽ യൂറിൻ പോയിട്ടുണ്ട്.
സോ ഇത് കണ്ടപ്പോൾ അരുണിന് വല്ലാതെ അങ്ങ് ദേഷ്യം വന്നു. ഈ ചെറിയ കുട്ടിയെ അരുൺ നല്ല രീതിയിൽ മർദ്ദിക്കാനായി തുടങ്ങി. അത് മാത്രമല്ലാതെ ഇവനെ മൂത്രമൊഴിപ്പിച്ച ശേഷം വേണ്ടേ, അല്ലെങ്കിൽ യൂറിൻ പോയിച്ച ശേഷം വേണ്ടേ കിടത്താനായിട്ട് എന്ന് പറഞ്ഞിട്ട് ഉറങ്ങുമായിരുന്ന ആ മൂത്ത കുട്ടിയെ വിളിച്ചുണർത്തിയിട്ട് അവനെ അതിക്രൂരമായിട്ട് മർദ്ദിക്കുകയാണ്. ചെറിയ രീതിയിലുള്ള മർദ്ദനത്തിൽ തുടങ്ങി അതിക്രൂരമായിട്ടുള്ളൊരു വേർഷനിലേക്ക്, അത്രയും സഹിക്കാൻ കഴിയാത്ത മർദ്ദനമുറയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അത്. തൻ്റെ മക്കളെ ഇത്തരത്തിൽ മർദ്ദിക്കുന്നത് കണ്ടപ്പോൾ അഞ്ജന വന്ന് തടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അഞ്ജനയെയും ഒരുപാട് മർദ്ദിച്ചു. അവസാനം ഇവൻ ചെയ്ത കാര്യം, ആ വീട്ടിലുണ്ടായിരുന്ന കോടാലിയും അതിൽ ഇരുമ്പ് വടിയൊക്കെ എടുത്തിട്ട് ഈ കുട്ടിയെ അതിക്രൂരമായിട്ട് മർദ്ദിക്കുകയാണ്. അങ്ങനെ മർദ്ദിച്ചതിൽ ആര്യൻ്റെ തല ഈ പറയുന്ന കോടാലി കൊണ്ടിട്ട് തലയൊട്ടിയൊക്കെ പൊട്ടി ബ്ലഡൊക്കെ വെളിയിലേക്ക് പോയി, തലച്ചോറ് പോലും വെളിയിൽ വന്ന അവസ്ഥയായിരുന്നു എന്നാണ് പറയുന്നത്. താങ്ങാൻ കഴിയാത്ത മർദ്ദനമേറ്റ ആര്യൻ പതിയെ കോൺഷ്യസ് ആവാനായി തുടങ്ങി. അവൻ്റെ ബോധം നഷ്ടമാവാനായി തുടങ്ങി. അതുകൂടാതെ ആ വീട്ടിനുള്ളിലെല്ലാം തന്നെ നല്ല രീതിയിൽ ബ്ലഡ് ഉണ്ടായിരുന്നു, ഈ കുട്ടിയിൽ നിന്നും പോയ ബ്ലഡ്. സോ ഇവൻ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ ശേഷമാണ് അവർ രണ്ടുപേരും ഈ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന് തീരുമാനിക്കുന്നതും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതും. ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് അരുൺ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീട്ടിലെ തറയിൽ ബ്ലഡായി എന്ന് പറഞ്ഞില്ലേ, ആ ബ്ലഡെല്ലാം തന്നെ നല്ല രീതിയിൽ വൃത്തിയായി തുടച്ചിട്ട് ഈ പറയുന്ന 4 വയസ്സുകാരനെ ആ വീട്ടിൽ നിർത്തിയ ശേഷമാണ് ഇവർ ഈ കുട്ടിയെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ഹോസ്പിറ്റലിൽ എത്തിയ ശേഷം അരുൺ ഇത്തരത്തിൽ ഹോസ്പിറ്റലിൽ വന്ന് ഇറങ്ങുന്ന ആ ഒരു രംഗം CCTVയിലുണ്ട്. നിലത്ത് കാലുറച്ച് നിൽക്കാൻ പറ്റാത്ത രീതിയിലാണ് അയാൾ വന്നിട്ടുണ്ടായിരുന്നത്. അയാളാണ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അരുൺ ഈ ക്രൂരത ചെയ്യുന്ന സമയത്ത്, ആര്യനെ മർദ്ദിക്കുന്ന സമയത്ത് അവൻ മദ്യത്തിൻ്റെ പരിപൂർണ ലഹരിയിലായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അഞ്ജനയുടെ ആദ്യ ഭർത്താവായിട്ടുള്ള ബിജുവിൻ്റെ മരണത്തിലും പോലീസുകാർക്ക് സംശയം ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഇല്ലീഗൽ റിലേഷൻഷിപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ട് ബിജുവിനെ അഞ്ജന കൊലപ്പെടുത്തിയതാണോ എന്ന് പോലും പോലീസുകാർ സംശയിച്ചു. ഈ ബിജു മരിക്കുന്നതിന്, അല്ലെങ്കിൽ ബിജുവിന് ഹാർട്ട് അറ്റാക്ക് വന്നു എന്ന് പറയുന്നതിന് തൊട്ട് മുമ്പ് അഞ്ജന ബിജുവിന് ഒരു പാല് കുടിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ബിജുവിന് ഇതെല്ലാം തന്നെ സംഭവിക്കുന്നത്. എന്തായാലും ഈ ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർ ഒരുപാടൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. സംസ്കരിച്ച ബിജുവിൻ്റെ ആ ഒരു ശരീരം പോലും വെളിയിലെടുത്തിട്ട് ഒരുപാട് കാര്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കൃത്യമായിട്ടുള്ള തെളിവുകൾ പോലീസുകാർക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബിജുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം എവിടെയും എത്തിയില്ല. 7 വയസ്സുകാരൻ ആര്യൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് തുടർന്ന് അന്വേഷിച്ച പോലീസുകാർക്ക് പിന്നെയും ഒരുപാട് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആര്യൻ്റെ അനുജനില്ലേ 4 വയസ്സുകാരൻ, ഈ 4 വയസ്സുകാരനെ പോലും ഈ അരുൺ എന്ന് പറയുന്നവൻ വളരെ മോശമായ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്, തെറ്റായ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് പിന്നീട് പോലീസുകാർ കണ്ടെത്തിയത്. അവൻ്റെ ശരീരത്തിൽ അങ്ങനെ ഉപയോഗിച്ചതിന് തെളിവായിട്ട് ഒരുപാട് പാടുകളും അതുപോലെ ഒരുപാട് മുറിവുകളും ഉണ്ടായിരുന്നു. 2021 ഈ കേസുമായി ബന്ധപ്പെട്ട വിധി വരുന്നത്. അരുണിന് ഇരട്ട ജീവപര്യന്തവും 4 ലക്ഷം രൂപ പിഴയുമാണ് കോടതി വിധിച്ചത്. ശരിക്കും ഇതിൽ അഞ്ജനയ്ക്ക് കാര്യമായിട്ടുള്ള ശിക്ഷയൊന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. തെളിവുകൾ നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചു, അത് മാത്രമല്ലാതെ കൂട്ടിനിന്നു എന്നെല്ലാം തന്നെ പറഞ്ഞിട്ട് ചെറിയ ശിക്ഷ മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അധികം വൈകാതെ ഇവർ ജാമ്യത്തിൽ വെളിയിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ അയാൾക്ക് എന്ത് ശിക്ഷ കൊടുത്തോ അതേ ശിക്ഷ തന്നെ അഞ്ജനയ്ക്കും കൊടുക്കണമായിരുന്നു. അവർ ഒരാളാണ് അവരുടെ ജീവിതം ഈ രീതിയിലാക്കി വെച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷേ അവരുടെ ആദ്യ ഭർത്താവിൻ്റെ ആ ഒരു മരണത്തിലും ഇവർക്ക് പങ്കുണ്ടാവും, അങ്ങനെയാണ് തോന്നുന്നത്. പൊതുവെ എല്ലാവരും അങ്ങനെ തന്നെയാണ് സംശയിക്കുന്നത്. പക്ഷേ അതിന് കൃത്യമായിട്ടുള്ള തെളിവുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ അരുണിനെ കുറിച്ച്, ഇവനെപ്പോലുള്ളവനെ ഒന്നും ജീവിക്കാൻ അനുവദിക്കാനേ പാടില്ല. സ്പോട്ടിൽ വെടിവെച്ച് തീർക്കണം, അതാണ് വേണ്ടത്. എന്തായാലും ഈ കേസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.